നമസ്തേ, ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. ഏറ്റവും കൂടുതൽ നമുക്ക് പേടി തരുന്നതായിട്ടുള്ളൊരു സംശയമാണ് സ്വാമിയെ വെച്ച് ആരാധിച്ചാൽ അടുത്ത തലമുറ അത് കൊണ്ടുപോകണമോ എന്നുള്ളത്. പലരും അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. സ്വാമിയെ ആരാധിക്കുമ്പോൾ അടുത്ത തലമുറ കൊണ്ടുപോയില്ലെങ്കിൽ ആ തലമുറയ്ക്ക് കഷ്ടനഷ്ടങ്ങളുണ്ടാവും, ദുരിതങ്ങളുണ്ടാവും, സ്വാമി ശത്രുസ്ഥാനത്ത് വരും, ബാധാസ്ഥാനത്ത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. തെറ്റാണ്. നമ്മൾ പൂജാമുറിയിൽ ഇപ്പോൾ ഇഷ്ടമുള്ള ദേവന്മാരെയൊക്കെ വെച്ച് ആരാധിക്കുന്നുണ്ട്. ആ ദേവന്മാരെ ഇപ്പോൾ അടുത്ത തലമുറ കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ നമ്മൾ ആ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അടുത്ത തലമുറ മാറ്റി അത് കൊണ്ടുപോകുന്നുണ്ട്. അത് ആചരിക്കാതെ പോകുന്ന തലമുറകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെയാണ് വിഷ്ണുമായയുടെ ആരാധനാക്രമം. എന്നിലുള്ള വിശ്വാസം അടുത്ത ആൾക്ക് ഉണ്ടാവണമെന്നില്ല. എൻ്റെ വിശ്വാസം എൻ്റെ മരണം വരെ നിലനിർത്തി കൊണ്ടുപോകുന്ന വിശ്വാസമാണ്. അപ്പോൾ എൻ്റെ മരണം വരെ ആ ആരാധനാക്രമം നടത്തിയിട്ട് എൻ്റെ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കോ ആർക്കെങ്കിലും അത് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ മാറ്റാവുന്നതാണ്. യാതൊരു വക ദുരിതങ്ങളും സ്വാമിയുടെ കിട്ടില്ല. അത് തെറ്റായൊരു ധാരണയാണ്. അതുകൊണ്ട് ആരും അങ്ങനെ പേടിച്ചിട്ട് ആരാധനയിൽ നിന്ന് പിന്മാറണ്ട. ഫോട്ടോ വെച്ചിട്ടാണെങ്കിലും വിളക്ക് വെച്ചിട്ടാണെങ്കിലും ആരാധന ചെയ്യാം. വിഗ്രഹാരാധന പോലും അങ്ങനെ ചെയ്യാം. എന്ന് വെച്ചാൽ ക്ഷേത്ര സങ്കല്പങ്ങൾ വരുമ്പോഴാണ് അടുത്ത തലമുറ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നത്. നമ്മൾ ശ്രീകോവിൽ കെട്ടിയിരുത്തുകയോ അല്ലെങ്കിൽ തറ കെട്ടിയിരുത്തുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ്, അങ്ങനെ ഉറപ്പിച്ചിരുത്തുമ്പോഴാണ് അങ്ങനത്തെ ആരാധനാക്രമങ്ങൾ വരുന്നത്. അല്ലാതെ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹമോ വെച്ച് ആരാധിക്കുന്നതുകൊണ്ട് യാതൊരു രീതിയിലുള്ള തെറ്റുമില്ല. അടുത്ത തലമുറ കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഇല്ല. പണ്ട് കാലത്ത് തന്നെ നമ്മുടെ കാരണന്മാരെല്ലാവരും വെച്ച് ആരാധിച്ചിരുന്നതാണ് വിഷ്ണുമായനെയും ഭദ്രകാളിനെയും മുത്തപ്പനെയും നാഗങ്ങളെയും. അതാണ് നമ്മുടെ അടിസ്ഥാന ദേവതകളായിട്ട് നമ്മളുടെ അറിവിലുള്ളത്. അവരെ വെച്ച് ആരാധിച്ചിരുന്നവരാണ്. പിന്നെ കുറേ തലമുറകൾ അത് ആരാധിക്കാതെ പോയിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ പഴയ കാലഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാധനാക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എല്ലാ വീടുകളിലും പൂജാമുറി ആയി തുടങ്ങി. എല്ലാവരും ആരാധന ചെയ്തു തുടങ്ങി. ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണെങ്കിൽ, ഈ നൂറ്റാണ്ടിലാണെങ്കിൽ ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്നത് കൊണ്ട് ആരാധനയിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു തീരുമാനം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരുപാട് പേര് അതിനു വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ആരാധന എപ്പോഴും നല്ല വഴിക്ക് നടക്കാനുള്ള ഒരു നല്ല കാര്യമാണ്. വിഷ്ണുമായ സമ്പ്രദായത്തിൽ സ്വാമിയെ വിളക്ക് വെച്ച് ആരാധിക്കുന്ന ആളെ അടുത്ത തലമുറ കൊണ്ടുപോകണമെന്ന് യാതൊരു രീതിയിലുള്ള നിർബന്ധ ബുദ്ധികളില്ല. എന്നാൽ ക്ഷേത്രമാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. തറ കെട്ടിയിരുത്തിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തലമുറ കൊണ്ടുപോകണം. അല്ലാത്ത രീതികളൊന്നും നേദ്യം കൊടുത്ത് ആരാധിക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. അടുത്ത തലമുറ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല.